നമസ്കാരം. കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരിൽ ദ്രോഹിച്ചിരിക്കുന്നത് മുഴുവൻ കാശ്മീരി പണ്ഡിറ്റുകൾ തന്നെയാണ്. ഒന്നുകിൽ നെഹ്റുവിനെ പോലെയുള്ള കാശ്മീരി പണ്ഡിറ്റുകൾ, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറിയ കാശ്മീരി പണ്ഡിറ്റുകൾ. കാശ്മീരിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ രണ്ട് കൂട്ടരുമാണ് കാശ്മീരിൽ സകല നാശവും വരുത്തി വെച്ചിരിക്കുന്നത്. ഇന്ന് കാണുന്ന രീതിയിൽ കാശ്മീർ പ്രശ്നത്തിനെ വഷളാക്കിയത് പണ്ഡിറ്റ് നെഹ്റുവാണ്. അത് പരിഹരിക്കുന്നതിന് പകരം അതിനെ കൂടുതൽ വഷളാക്കുകയാണ് നെഹ്റു ചെയ്തത്. ബാൽരാജ് കൃഷ്ണ എഴുതിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവചരിത്രത്തിൽ കാശ്മീരിലെ അമുസ്ലിങ്ങളോടുള്ള നെഹ്റുവിന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. 1945 ഓഗസ്റ്റിൽ നടന്ന നാഷണൽ കോൺഫറൻസിന്റെ വാർഷിക സമ്മേളനത്തിൽ പണ്ഡിറ്റ് നെഹ്റു പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് ആ മുസ്ലിങ്ങൾക്ക് കാശ്മീരിൽ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ നാഷണൽ കോൺഫറൻസിൽ ചേരുക, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോവുക എന്നാണ്. ഇത് ഭീഷണിയുടെ സ്വരമാണ്. ഷെയ്ഖ് അബ്ദുള്ളയെയും അയാളുടെ നാഷണൽ കോൺഫറൻസിനെയും ജനാധിപത്യ വിരുദ്ധമായി തന്നെ പിന്താങ്ങണം എന്ന ഭീഷണിയുടെ സ്വരം. കാശ്മീരി വിഘടനവാദത്തിന്റെ വിത്തുപാകിയ ഷെയ്ഖ് അബ്ദുള്ള തന്നെ ഒരു കാശ്മീരി പണ്ഡിറ്റായിരുന്നു. 1890കളിലാണ് അബ്ദുള്ള ഫാമിലി ഇസ്ലാമിലേക്ക് മതം മാറുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ മുഹമ്മദ് ഇഖ്ബാൽ, അദ്ദേഹവും ഒരു കാശ്മീരി പണ്ഡിറ്റായിരുന്നു. ലിബറൽ ചിന്താഗതിക്കാരനായിരുന്ന ജിന്നയെ ഒരു മതരാഷ്ട്രവാദക്കാരനാക്കി മാറ്റിയെടുത്തത് മുഹമ്മദ് ഇഖ്ബാലാണ്. ഇഖ്ബാലിന്റെ പിതാവ് രത്തൻലാൽ സപ്രു എന്ന ഒരു കാശ്മീരി പണ്ഡിറ്റായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഗവർണറുടെ കീഴിൽ റവന്യൂ കളക്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു രത്തൻലാൽ. ഒരിക്കൽ ഇദ്ദേഹം സാമ്പത്തിക തിരിമറിയുടെ പേരിൽ പിടിക്കപ്പെട്ടു. ഒന്നുകിൽ തൂക്കിലേറ്റപ്പെടുകയോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറുവാനോ ഗവർണർ ആവശ്യപ്പെട്ടു. രത്തൻലാൽ മതം മാറി ജീവൻ രക്ഷിച്ചു. ഏതാണ്ട് 12ാം നൂറ്റാണ്ട് വരെ കാശ്മീർ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. ഹിന്ദുക്കളിലെ ശൈവരായിരുന്നു കാശ്മീരികൾ. AD 1320കളിൽ ശൈവ രാജാവായിരുന്ന രാമചന്ദ്രയായിരുന്നു കാശ്മീർ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ രാജാവിന്റെ അടിയിൽ പ്രവർത്തിച്ചിരുന്ന റിൻചിൻ എന്ന ഒരു ബുദ്ധമത വിശ്വാസി രാമചന്ദ്രയെ അട്ടിമറിച്ച് ഭരണം കൈയടക്കി. എന്നാൽ റിൻചിനെ നാട്ടുകാർ തങ്ങളുടെ ഭരണാധികാരിയായി അംഗീകരിച്ചില്ല. നാട്ടുകാരെ അനുനയിപ്പിക്കുവാൻ റിൻചിൻ രാമചന്ദ്രയുടെ മകളെ വിവാഹം കഴിച്ച് ഒരു ശൈവനായിട്ട് മാറി. എന്നാൽ റിൻചിൻ എന്ന ശൈവനെയും കാശ്മീരികൾ അംഗീകരിച്ചില്ല. അതോടെ റിൻചിൻ ഇസ്ലാമിലേക്ക് മതം മാറി. രാജാവ് മതം മാറിയതോടെ ധാരാളം പ്രജകളും മതം മാറി. കാശ്മീർ താഴ്വരയിൽ ഇസ്ലാം പ്രചരിച്ചു തുടങ്ങിയതിന്റെ ചരിത്രം അവിടെയാണ് ആരംഭിക്കുന്നത്. അതായത് കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ പ്രവർത്തിച്ചത് ഒന്നും മറ്റാരുമല്ല, കാശ്മീരി പണ്ഡിറ്റുകൾ തന്നെയാണ്, അല്ലെങ്കിൽ മതം മാറിയ കാശ്മീരി പണ്ഡിറ്റുകളാണ്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.